പലിശയാണ്. അള്ളാഹു ഹറാമാക്കിയത് നമുക്കിങ്ങനെ സാങ്ഷനാക്കാൻ പറ്റും? സ്വർണത്തിന്റെ മാറ്റക്കച്ചവടം അങ്ങനെയാണ്. പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങിക്കുമ്പോൾ ഈക്വൽ ആയിരിക്കണം എന്നാണ്. 10 ഗ്രാം പഴയ സ്വർണം കൊടുത്താൽ 10 ഗ്രാം പുതിയ സ്വർണം അവർക്ക് കിട്ടണം. അത് 8 ആവരുത്, 7 ആവരുത്, 9 ആവരുത്. എന്തെങ്കിലും ഡിഫറൻസ് വരുന്നു എന്ന പ്രശ്നം തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പഴയ സ്വർണം കൊടുത്തതിന്റെ കാശ് വാങ്ങിച്ചിട്ട് ആ കാശ് കൊണ്ട് പുതിയ സ്വർണം വാങ്ങിക്കണം എന്നാണ്. എന്നല്ലാതെ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ പോലും ഏറ്റ വ്യത്യാസം അൽ ബുർറു ബിൽ ബുർ, ഗോതമ്പിന് ഗോതമ്പ്, ഈത്തപ്പഴത്തിന് ഈത്തപ്പഴം. അത് വിവിധ ക്വാളിറ്റിയുള്ള ഈത്തപ്പഴങ്ങളായിരിക്കാം. എന്നാൽ പോലും 2 കിലോ ഈത്തപ്പഴം ഏത് ഐറ്റമാണെങ്കിലും അതിന് 2 കിലോ തന്നെ കൊടുക്കണം. ഏറെ കൊടുക്കുന്നത് ഐനുർ റിബ, അത് പലിശയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സങ്കീർണമായൊരു വിഷയമാണ്. ഏത് വിഷയത്തിനും പണയപ്പെടുത്ത്, ഏതിനും ബാങ്കിലേക്ക് കൂടെ. നബി തങ്ങൾ പറഞ്ഞൊരു കാലഘട്ടം വരും, പലിശയങ്ങ് കൂടിയിട്ട് വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും പലിശയുടെ ഗുബാർ, അതിന്റെ പൊടിയെങ്കിലും നിങ്ങളുടെ ദേഹത്ത് തട്ടുന്നൊരു കാലം വരും. ചിലപ്പോഴേക്കും നമ്മൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, കാശ് കൊണ്ടുപോയാൽ കറൻസി എടുക്കൂല, ക്രെഡിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും, ഡെബിറ്റ് കാർഡ് കൊടുക്കേണ്ടി വരും. അതേതെങ്കിലും ബാങ്കുകളുടേതായിരിക്കും. ഇസ്ലാമിക് ബാങ്കുകൾ തന്നെ എല്ലാവർക്കും കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. മനുഷ്യൻ ഗതികെട്ടുപോകുന്ന ഒരു കാലമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലൊക്കെ സാധനങ്ങൾ വിൽക്കുമ്പോൾ എനിക്കിപ്പോൾ അറിയില്ല, മുമ്പ് ഇന്ത്യൻ കറൻസി കൊടുത്തെടുക്കൂല, ദിർഹമും ദീനാറും റിയാലൊക്കെ എടുക്കും, ഡോളറും യൂറോ ഒക്കെ എടുക്കും, പക്ഷേ ഇന്ത്യൻ രൂപ എടുക്കാറില്ലായിരുന്നു. ഇപ്പം അങ്ങനെ ടാറ്റ എടുത്തതിന് ശേഷം ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് മനുഷ്യൻ നിർബന്ധ സാഹചര്യം കാർഡ് കൊടുക്കണം. ബോർഡറുകൾ, രാജ്യത്തിന്റെ ബോർഡറുകൾ, എമിഗ്രേഷൻ ചെക്ക് പോയിന്റുകളിൽ കാശ് എടുക്കൂല, കാർഡേ സ്വീകരിക്കും, ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻ മാത്രമേ സ്വീകരിക്കൂ. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. മനുഷ്യൻ വേണ്ടെന്ന് വെച്ചാൽ പോലും അതിന്റെ പൊടിയെങ്കിലും ദേഹത്ത് വരും. അല്ലെങ്കിൽ ആ ബാങ്കുകളുടെ ഓഫറുകൾ എടുക്കേണ്ടി വരും. ചില മൈൽസ്, ചില പോയിന്റുകൾ എന്ന് പറഞ്ഞ് ആ പോയിന്റുകൾ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിന് ഗിഫ്റ്റായിട്ട് ഇത്ര ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ഈക്വൽ എമൗണ്ട് ഇത്ര നിങ്ങൾ ക്രെഡിറ്റ് ആവുന്നു. വേണ്ടെന്ന് വെച്ചാൽ പോലും മനുഷ്യന്റെ ദേഹത്തേക്ക് പലിശ വന്ന് വീഴുന്ന ഒരു കാലം. വിശുദ്ധ ഇസ്ലാം പറയുന്നു, അള്ളാഹു നിങ്ങളോട് പരസ്പരം സഹായിക്കാനാ പറഞ്ഞത്, ചൂഷണം ചെയ്യാനല്ല. നമ്മളെല്ലാവരും കൂട്ടമായി ഒരു സംഖ്യ സ്വരൂപിച്ച് എല്ലാവരുടെയും പൊരുത്തത്തോടുകൂടെ അത് ഒരാൾക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ മാഷാ അല്ലാഹ് ഒരു കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾക്ക് പൊരുത്തക്കേടുണ്ടെങ്കിൽ, സമ്മതമില്ലെങ്കിൽ ആ കാശ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. സമ്പത്ത്, അതിന്റെ വിനിയോഗം വളരെ കർക്കശമായും കണിശമായും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുടെ വിപത്തിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പലിശയില്ലാതെ ഹലാല് കൊണ്ട് മനുഷ്യന് പ്രശ്നപരിഹാരം നടത്തുന്ന ഒരു സംവിധാനം, പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മുടെ മഹല്ലുകളിൽ സാധ്യമാകുന്നിടത്തൊക്കെ നിർബന്ധമായും അനിവാര്യമായും അത് കൊണ്ടുവരണം. പലിശയുടെ മറ്റൊരു വിഷയം വിശുദ്ധ ഇസ്ലാം കാണുന്നത്, മനുഷ്യൻ പണിയെടുക്കാതിരിക്കും. കാശ് 1 ലക്ഷം കയ്യിലുണ്ട്, അതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നല്ലാതെ ഒരു ക്രിയേറ്റിവിറ്റി സമൂഹത്തിൽ ഇല്ലാതെ പോകും. ഒരാളും പണിയെടുക്കൂലല്ലോ. ജോലി ചെയ്തെങ്കിലല്ലേ, അധ്വാനിച്ചെങ്കിലല്ലേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. ഇത് കാശ് വെച്ച് കാശിനെ പെരുപ്പിക്കുന്ന പരിപാടി മനുഷ്യർക്കിടയിൽ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാക്കും. ഇത് ഇസ്ലാമിന്റെ ഒരു വീക്ഷണമാണ്. എത്ര മനോഹരമാണത്. എല്ലാവരും കയ്യിൽ കാശം വെച്ചിട്ട് വീട്ടിലിരിക്കാൻ, ആരും ഒരു പണിയും ചെയ്യാത്ത അവസ്ഥ വരില്ലേ? അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അത് മാത്രമല്ല, അധ്വാനിക്കാത്ത സമ്പത്ത് വിഴുങ്ങുന്നതും പടച്ചവന് ഇഷ്ടമല്ല. മെഡിക്കൽ ഇൻഷുറൻസിനെ സംബന്ധിച്ചൊക്കെ ചോദിക്കും, ഗൗരവമുള്ള വിഷയമാണ്. മെഡിക്കൽ ഇൻഷുറൻസ് നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു രോഗവുമില്ലാതെ 1 വർഷം കഴിഞ്ഞു പോയേക്കാം. നിങ്ങൾ അടക്കുന്ന പൈസ, നിങ്ങളുടെ അതിന്റെ എമൗണ്ട് എത്രയാണോ, നിങ്ങൾ 5000-നോ 10,000-നോ 50,000-നോ ഒരു പോളിസി നിങ്ങൾ എടുത്തു എന്ന് വിചാരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ആശുപത്രി പോകേണ്ട കാര്യമൊന്നും വരില്ല. പക്ഷെ നിങ്ങളുടെ ഈ പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റാളുകൾക്ക് അവരുടെ ചികിത്സയ്ക്ക് പേ ചെയ്യുന്നത്. 5 ലക്ഷം 10 ലക്ഷമൊക്കെ എമൗണ്ട് വരുന്ന മെഡിക്കൽ ഫീസ് അവർ കൊടുക്കുന്നത് അത് പോളിസി എടുത്ത മുഴുവൻ ആളുകളുടെയും പൈസയിൽ നിന്നാണ്. എന്നാൽ ഈ പോളിസി സ്വീകരിക്കുന്ന മുഴുവൻ ആളുകളും ഓരോരുത്തരും എന്റെ ഈ കാശ് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എനിക്ക് വിരോധമില്ല എന്ന് ഓരോരുത്തരും സമ്മതം പറയുന്ന പക്ഷം, അങ്ങനെയാണ് അതിന്റെ പോളിസിയെങ്കിൽ ശരീഅത്ത് പ്രകാരം വിരോധമില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഇത്ര ലാഭമുണ്ട് എന്ന് മാത്രമേ പറഞ്ഞു കൊടുക്കുള്ളൂ. നിങ്ങളുടെ കാശെടുത്ത് ഞങ്ങൾ കൊടുക്കുന്നു, അത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് പൊരുത്തമാണോ? ഞങ്ങൾ ഹലാലല്ലാത്തൊരു ബിസിനസ്സും ഈ എമൗണ്ട് കൊണ്ട് ചെയ്യില്ല. ഇത് കൂട്ടമായൊരു ഫണ്ട് ശേഖരണമാണ്. ആ രീതിയിൽ ചെയ്യാം. കൂട്ടമായ ഫണ്ട് ശേഖരണം എല്ലാവർക്കും പൊരുത്തമാണ്. അതെടുത്തുകൊണ്ട് നമ്മൾ ആളുകളെ സഹായിക്കുന്നു, എല്ലാവർക്കും സമ്മതമാണ്. അങ്ങനെ പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ ശരീഅത്തിന് അംഗീകാരം നൽകുള്ളൂ. ഒരാൾക്കെങ്കിലും എന്റെ പൈസ വേറെ ആൾക്ക് കൊടുക്കുന്നു, എനിക്ക് വേണ്ട, എനിക്കിഷ്ടമല്ല എന്ന് പറയുകയാണെങ്കിൽ ആ കാശിന്റെ ഉപയോഗം നമുക്ക് പാടില്ല. ഇങ്ങനെ ശരീഅത്തുൽ ഇസ്ലാം കർക്കശമായി സബഉൽ മൂബിഖാത്ത്
നരകത്തിലേക്ക് മുക്കിക്കളയുന്ന, അള്ളാഹുവിന്റെ അദാബിലേക്ക് മുക്കിക്കളയുന്ന വൻപാപങ്ങളിൽ എണ്ണിയതാണ് പലിശയെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് നമ്മൾ എത്ര ഇഷ്ടത്തോടുകൂടെ ബാങ്കിന് കൊടുക്കുക എന്ന് പറഞ്ഞാലും പലിശ തന്നെയാണ്, ഹറാമ് തന്നെയാണ്. ഒരാൾ വെറുതെ പറഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ബാങ്കുകാർക്കും കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല, പിന്നെ എന്താ പ്രശ്നം? അത് പ്രശ്നമാണ്. ശരീഅത്ത് നിഷിദ്ധമാക്കിയതിനെ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാനോ സാങ്ഷൻ ചെയ്യാനോ ഉള്ള അധികാരമില്ല. നമ്മൾ അള്ളാഹുവിന്റെ നിയമത്തെ വഴിപ്പെടുന്നവരാണ്. അതിനാണ് മുസ്ലിം എന്ന് പറയാം. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? The one who submits to the will of Allah. അള്ളാഹുവിന്റെ തീരുമാനത്തിന് നമ്മളെ സമർപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, നമ്മുടെ നാട്, നമ്മുടെ ജീവിത സാഹചര്യം, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ സാമ്പത്തിക അവസ്ഥകൾ എന്തോ ആകട്ടെ, ഹലാല് കൊണ്ട് അള്ളാഹുവേ ഐശ്വര്യം തരണേ, ഹലാല് കൊണ്ട് എനിക്ക് നീ പരിഹാരം തരണമേ എന്ന് റബ്ബിനോട് ചോദിച്ച്, അള്ളാഹുവിനോട് ഹലാല് കൊണ്ട് ഐശ്വര്യം നമ്മൾ ചോദിക്കും. അത് ചോദിക്കാതെ നമ്മൾ ബാങ്കിലേക്ക് ഓടുകയാണ്. ആകെ നോക്കുന്നത് എന്താണെന്നറിയോ? എവിടെയാണ് പലിശയുടെ റേറ്റ് കുറവുള്ളത്? സുബ്ഹാനല്ലാഹ്. അത് 0.01% ആണെങ്കിൽ പോലും പലിശയാണ്. തൗബ ചെയ്ത് മടങ്ങേണ്ട വലിയ തെറ്റാണത്. അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിക്കലാണ്. പടച്ചതമ്പുരാൻ സംവിധാനിച്ച ഒരു മനുഷ്യത്വത്തിന്റെ ഒരു സൊസൈറ്റി ഉണ്ട്. മുതലാളിമാർ പാവങ്ങളെ കാർന്നു നിന്നൊരു എത്ര ആളുകൾ ലോൺ എടുത്ത് കുടുങ്ങുന്നുണ്ട്. 10 ലക്ഷമായി ലോൺ എടുത്തിട്ടുണ്ടാവും. എത്ര കൊല്ലമായി അടക്കാൻ തുടങ്ങിയിട്ട് ആ 10 ലക്ഷം എടുത്തതിന് 20, 25, 35 അടക്കേണ്ടി വന്ന് സ്വന്തം വീടും പറമ്പും ജപ്തി ചെയ്യപ്പെട്ടു പോകുന്ന എത്ര ആളുകളുണ്ട്? അതിന്റെ ദുരന്തം നമ്മൾ അറിയുന്നുണ്ടോ? ക്രെഡിറ്റ് കാർഡുകൾ നിസ്സാരമാണെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മുടെ ചെറുപ്പക്കാർ? ക്രെഡിറ്റ് കാർഡ് കിട്ടാൻ വേണ്ടി ഓടുകയാണ്. എന്നിട്ട് ഒരു സ്വൈപ്പ് ചെയ്യുമ്പോൾ രസമുണ്ട്, വിചാരിക്കുന്നത് വെറുതെ തരാൻ ബാങ്കുകാരൻ. തിരിച്ചടക്കണ്ടേ? അടക്കാൻ പറ്റാതെ ഡീഫോൾട്ടായിട്ട് കുടുങ്ങിയിട്ട് പലിശക്ക് മേൽ പലിശ വന്ന് കിട്ടുന്ന വരുമാനം മുഴുവനും ബാങ്കിൽ കൊണ്ടുപോയി കെട്ടിവെച്ചിട്ട് പോലും തീരാ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഈ ഉമ്മത്തിലുണ്ട്. ഉമ്മത്തല്ലാത്തവരിൽ നമ്മുടെ രാജ്യത്തുണ്ട്, ലോകത്തുണ്ട്. എത്ര രാജ്യങ്ങൾ ബാങ്ക്രപ്റ്റായി, എത്ര സംവിധാനങ്ങൾ ബാങ്ക്രപ്റ്റായി. മനുഷ്യന് ചെയ്യാൻ പറ്റില്ല. ഈ പലിശ സംവിധാനം മനുഷ്യനെ കാർന്നു തിന്നുന്ന വിഷമാണ്. ഇത് നമ്മളെങ്കിലും തിരിച്ചറിയണം. ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ സംവിധാനത്തെ പൊളിക്കുകയോ തകർക്കുകയോ അല്ല നമ്മൾ പറയുന്നത്. മനുഷ്യത്വം കാണിക്കണം. കുടുങ്ങിപ്പോയി, നിങ്ങൾക്കും പടച്ചവനും തമ്മിൽ അള്ളാഹുവിനോട് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു കാരണം നിങ്ങളുടെ മുമ്പിലുണ്ട്. അള്ളാഹുവേ, ഒരാളും എന്നെ സഹായിച്ചില്ല റബ്ബേ. ഞാൻ പലരോടും ചോദിച്ചു, പലരോടും ഞാൻ കൈനീട്ടി, ആരും എന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നില്ല റബ്ബേ. എന്റെ മുമ്പിൽ ഒരു ബാങ്കിനെ സമീപിക്കുകയോ പലിശക്ക് പൈസ വാങ്ങുകയോ മാത്രമായിരുന്നു റബ്ബേ എന്റെ മുമ്പിലുണ്ടായിരുന്ന പരിഹാരം എന്ന് റബ്ബിനോട് നിങ്ങൾക്ക് ബോധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുസ്ലിമിന് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഹറാം ഹലാലാകുന്ന സമയങ്ങളുണ്ട്. അത് നിർവചിക്കാൻ പറ്റാത്ത കാരണങ്ങൾ. അത് നിങ്ങൾക്കും പടച്ചോനെ പറയാൻ പറ്റൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാവിപത്തിൽ നിന്ന് നമ്മൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സമയം 9:45 ഞാൻ തുടങ്ങിയത് എന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ 10:45, 11:45 നമുക്കൊരു സഡൻ ബ്രേക്ക് ഇടാം ഇൻഷാ അല്ലാഹ്. 2 മണിക്കൂറാണ് സമയം, അതിലേറൂല എന്ന് പറയുന്നു ഇൻഷാ അല്ലാഹ്. ചിലപ്പോൾ ലേറൂല, മതി, അത് മതി. 2 മണിക്കൂർ ധാരാളമാണ്. ഇടയ്ക്ക് തിരക്കിലൊക്കെ പോയിക്കോളൂ. ഇവിടെ കാലി കസേരയാണെങ്കിൽ ഞാൻ പ്രസംഗിക്കും 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ പോവുള്ളൂ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് പിന്നെ ഈ മുമ്പിൽ ഇരുന്നിട്ട് കുടുങ്ങലുണ്ട്, എങ്ങനെ റബ്ബ് എണീറ്റ് പോവുക, സർവ്വ CCTV ആളെ നോക്കൂലേ, അതൊന്നും പേടിക്കേണ്ട. ഇടയ്ക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലിക്കാൻ വേണ്ടി എഴുന്നേറ്റിപ്പിച്ച് നിർത്തും. ആ ഇടയ്ക്ക് മെല്ലടെ മുങ്ങിയാൽ മതി, ആരും കാണൂല. 3 സ്വലാത്തിലുള്ള സമയം കൊണ്ട് വേഗം തടി തപ്പിയാൽ നിങ്ങൾക്ക് പോകേണ്ടവർക്ക് പോകാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ടൈം കേട്ടോ ഇൻഷാ അല്ലാഹ്. 1 മണിക്കൂർ ഇൻറ്റർവെല്ലിലായിരിക്കും ഇൻഷാ അല്ലാഹ്. ഒരു 10:45 നമ്മൾ ഒന്ന് സ്വലാത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ച് നിർത്തും ഇൻഷാ അല്ലാഹ്. അത് കഴിഞ്ഞ അടുത്ത് നമ്മൾ ഡിസ്മിസലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് ചേരലും നമ്മൾ പറയുന്നതും ചിന്തിക്കുന്നതുമൊക്കെ റബ്ബ് തആല സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റമദാൻ വന്നെടുക്കുകയാണ്, റമദാനിലേക്ക് എത്തുകയാണ്. ഇനിയൊരു റമദാൻ നമുക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നറിയാതെ ഷഅബാനിന്റെ പകുതിയോടടുത്തു. ലൈലത്തുൽ ബറാഅത്തിന്റെ രാവ് നമ്മിലേക്ക് എത്തുകയാണ്. ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ. അല്ലാഹു തആല മനുഷ്യരുടെ ഖദർ ഖലാഉകൾ നിശ്ചയിച്ച് തീരുമാനിക്കുന്ന ദിവസമാണത്. ആ നിശ്ചയിച്ചു വെച്ച ഖലാഉകൾ ലൈലത്തുൽ ഖദറിന്റെ, റമദാനിലെ ലൈലത്തുൽ ഖദറിന്റെ രാവിലാണ് അതത് മലക്കുകളെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിന്റെ മഖാദീറുകൾ എഴുതി വെക്കുന്ന ഒരു രാത്രിയാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ ഞായറാഴ്ച രാത്രി നമുക്ക് ആഗതമാകുന്നത്. അവിടെ UAE-യിലും ഗൾഫ് നാടുകളിലൊക്കെ അത് ശനിയാഴ്ച നാളത്തെ രാത്രിയാണ്. അതിൻ്റെ പിറ്റേ ദിവസം ബറാഅത്തിന്റെ നോമ്പെടുക്കുന്ന ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് കൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്ത് ആദ്യമായി മഹാനവറുകൾ ഹജ്ജിന് പുറപ്പെട്ടപ്പോൾ
മഹാനവറുകളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ വന്ന നൂറുകണക്കിന് സ്വഹാബിമാരും താബിഈങ്ങളുമുണ്ട്. മഹാനവറുകൾ ഒട്ടകപ്പുറത്തുനിന്ന് അനുയായികളെ നോക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട് അവിടെ ഒരുമിച്ചുകൂടി. മുഴുവൻ ആളുകളും ആകാംക്ഷയോടുകൂടെ ആ മഹാനേതാവിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. 2.5 വർഷം മാത്രം ഭരണം നടത്തിയ മഹാനായ അമവി ഭരണാധികാരി ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, മുജദ്ദിദുൽ ഉമ്മത്തി ഫിൽ ഖർനിൽ അവ്വൽ, 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ് എന്ന് ഇജ്മാഇൽ ഉലമ, പണ്ഡിതന്മാരുടെ മുഴുവൻ ഏകാഭിപ്രായമുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. കുട്ടി വാപ്പയുടെ കൈപിടിച്ച് വന്നിട്ടുണ്ട് ഒരു താബിഈയായ മഹാന്റെ മോൻ. വാപ്പയോട് പറഞ്ഞു, ഉപ്പാ, ഈ മഹാനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നെനിക്ക് ഉറപ്പാണ്. അപ്പൊ ചോദിച്ചു, മോനെ അതെങ്ങനെയാ നിനക്ക് മനസ്സിലായത്? കണ്ടില്ലയോ ഉപ്പ, ആ മനുഷ്യനോട് എത്ര വലിയ സ്നേഹമാണ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളത്, എത്ര ആദരവുണ്ട് നമുക്ക് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളോട്. അങ്ങനെ അള്ളാഹു സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമല്ലയോ മനുഷ്യർക്ക് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ സ്ഥാനം അള്ളാഹു നൽകുകയുള്ളൂ. സർവ്വവിശ്വാസികളും ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമല്ലയോ എന്ന് കുട്ടി വാപ്പയോട് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, മോനെ നിഅ്മമാ തഹദ്ദസ്ത ബിഹി, മോനെ നിങ്ങൾ പറഞ്ഞത് വളരെ സത്യമാണ്. ഒരു ഹദീസുണ്ട്, നിനക്കറിയുമോ? ഇന്നല്ലാഹ തആല ഇദാ അഹബ്ബ അബ്ദൻ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നാദാ ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു വിളിച്ചു പറയും, യാ ജിബ്രീൽ, ജിബ്രീലേ, ഇന്നി ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബഹ്, എനിക്ക് ഇന്നാലിന്ന ആളെ ഇഷ്ടമാണ്, അതുകൊണ്ട് ജിബ്രീലേ നിങ്ങളും അവരെ ഇഷ്ടപ്പെടണം. ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അവരെ ഇഷ്ടപ്പെടും. ثم ينادي في أهل السماء, ആകാശലോകത്ത് വിളിച്ചു പറയും ജിബ്രീൽ അലൈഹിസ്സലാം, മലക്കുകളെ, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഹിബ്ബൂഹ്, അല്ലാഹുവിന് ഒരാളെ ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങളൊക്കെ അവരെ ഇഷ്ടപ്പെടണമേ. ഫയുഹിബ്ബുഹു അഹ്ലുസ് സമാ, ആകാശലോകങ്ങളിലെ അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലെ ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. അവർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ചിലപ്പോ. ثم يوضع له القبول في الأرض, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യന് ഭൂമിയിൽ ആളുകളുടെ മനസ്സിനുള്ളിൽ ഒരിടം നൽകും, സംതൃപ്തി നൽകും. ആളുകൾക്ക് അവരോട് സ്നേഹം തോന്നുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഇഷ്ടം, പടച്ചവന്റെ മഹബ്ബത്ത്, അല്ലാഹു പടച്ചുവിട്ട റബ്ബിന്റെ പടപ്പുകളാണ് നമ്മള്. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഉമ്മയും വാപ്പയും, നമ്മുടെ ഉപ്പമാർ മരിച്ചുപോയ എത്രയോ ആളുകൾ ഈ സദസ്സിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപോയവർ, അല്ലാഹുവേ അവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ റബ്ബേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ പടച്ചവനെ. അറിവില്ലായ്മ കൊണ്ട്, വിവരമില്ലാത്തൊരു കാലം, അറിവ് കുറഞ്ഞു പോയ ഒരു കാലം, അവരെന്ന് വന്നുപോയ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വന്നുപോയ പിഴവുകൾ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണമേ. അതിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കണമേ. തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കണേ റബ്ബേ. സ്വന്തം വീട്ടിലെ ഉമ്മയും ഉപ്പയും നമ്മളെ സ്നേഹിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ എത്ര വലുതായാലും, നമ്മുടെ ഉമ്മയും വാപ്പയും ജീവിച്ച്, മകന് 60 വയസ്സായിട്ടുണ്ടാവും, ഉമ്മാക്ക് ചിലപ്പോൾ 75-80 വയസ്സ്. എന്നാലും എൻ്റെ ഉമ്മ എന്നോട് സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കാതെ എൻ്റെ അനുജനെയോ ജ്യേഷ്ഠനെയോ എൻ്റെ പെങ്ങളെയോ എന്താണ് ഉമ്മ അവരെ മാത്രം ഇഷ്ടപ്പെടുന്നത്? ഞാൻ ഉമ്മയുടെ മോന് തന്നെയല്ലേ എന്ന് 60 വയസ്സ് കഴിഞ്ഞാലും ഒരു മോന് ഉമ്മയോട് തോന്നുന്നത് സ്വാഭാവികമാണ് അല്ലേ? എന്തേ ഉമ്മാക്കിനോട് ഇഷ്ടല്ലേ? എന്തേ വാപ്പാക്കിനോട് ഇഷ്ടല്ലേ? ഉമ്മയും ഉപ്പയും ഒരിക്കലും മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം പിശുക്കരുത് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ. അവര് നമുക്ക് ജന്മം തന്നവരല്ല, നമ്മുടെ ജന്മത്തിന്റെ കാരണക്കാർ മാത്രം അല്ലേ? അവരാണോ ജന്മം തന്നത്? അല്ല. അവരാ ജന്മം തന്നതെങ്കിൽ ആ കുട്ടിയുടെ ചേലും കോലവും കളറും ഹൈറ്റും വെയിറ്റും സ്വഭാവവും ഒക്കെ നിർണ്ണയിക്കാനുള്ള അധികാരം അവർക്ക് കിട്ടണം. അതില്ലല്ലോ. ഉമ്മാക്ക് പോലല്ലേ ഏത് കോലത്തിലാണ് കുട്ടി വരുന്നത് അല്ലേ? സ്കാനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പം മനസ്സിലാവും. പക്ഷേ ഒരു കുട്ടിയുടെ ജെൻഡർ അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവം, ആ കുട്ടിയുടെ പ്രകൃതം, ആ കുട്ടിയുടെ നേച്ചർ, ഇതൊന്നും ഡിസൈൻ ചെയ്യാൻ ഒരു ഉമ്മാക്കും ഒരു ഉപ്പാക്കും കഴിയില്ല അല്ലേ? സ്പേം കടക്കുന്നു, എഗ്ഗുമായി കൂടിച്ചേർന്ന് സൈഗോട്ടായി മാറുന്നു. ഈ കുഞ്ഞ് ആണായിട്ടാണോ പെണ്ണായിട്ടാണോ രൂപപ്പെടുന്നത് എന്ന് പോലും ആദ്യ കാലങ്ങളിൽ നമുക്കറിയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്.
നമ്മുടെ മാതാവും പിതാവും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് കൊതിക്കുന്നതിലേറെ നമ്മെ പടച്ച അല്ലാഹു നമ്മളെ സ്നേഹിക്കണം എന്ന് നമ്മൾ കൊതിക്കാറുണ്ടോ? നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ശരിക്കങ്ങ് ബോധിച്ചാൽ ഇസ്ലാം നമുക്ക് ആനന്ദമായിട്ട് മാറും, നിസ്കാരം നമുക്ക് ആനന്ദമായിട്ട് മാറും. പലിശ വേണ്ട എന്നത് എനിക്കത് വേണ്ട എന്നാകും. മ്യൂസിക്കും ഡാൻസും ഇതുപോലുള്ള പരിപാടികളൊന്നും എനിക്ക് വേണ്ട, എന്റെ റബ്ബിനത് ഇഷ്ടമല്ല, എന്റെ മെഹബൂബിന് ഇഷ്ടമുള്ളത് മതി എനിക്ക് എന്ന് തോന്നുന്നിടത്തേക്ക് നമ്മുടെ ഖൽബുകളെ കൊണ്ടെത്തിക്കാൻ കഴിയും. അതിന് വേണ്ട എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റണം. ആ സ്നേഹം നമുക്ക് കിട്ടണം. നമ്മൾ പടച്ചോനെ സ്നേഹിക്കുക വേണം. നമ്മളെപ്പോഴും പടച്ചോനെ കോത്താമ്പിയായിട്ട് കാണുന്നത് വെറും പേടിക്കാനുള്ള ആളായിട്ട്. സ്നേഹിക്കപ്പെടാനുള്ളവനായി അള്ളാഹു മെഹബൂബാണെന്ന് നമ്മൾ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അള്ളാഹു മെഹബൂബാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറയിലെ വളരെ മനോഹരമായ ഒരു ആയത്തുണ്ട്, 165-ാമത്തെ ആയത്ത്. ഞാനതാണ് ഓതി വെച്ച് തുടങ്ങിയത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله. അള്ളാഹുവേതര ദൈവങ്ങളെ പ്രാർത്ഥിക്കുകയോ പൂജിക്കുകയോ ചെയ്യുന്നവർ ആ ദൈവങ്ങളെ പടച്ചവനെ സ്നേഹിക്കുന്ന പോലെ അതിലേറെയോ സ്നേഹിക്കുന്നവരാണ്. ദൈവഭയമോ മതമോ സംസ്കാരമോ ചിന്താധാരകളോ ഫിലോസഫിയോ ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ പോലും പണത്തെയോ പെണ്ണിനെയോ ലക്ഷറിയെയോ ആഡംബരത്തെയോ കളികളെയോ കലകളെയോ അവർ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹം മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു നൽകുന്നൊരു വികാരമാണ്. ആ വികാരം പ്രകടിപ്പിക്കേണ്ടിടത്ത് പ്രകടിപ്പിക്കാതിരുന്നാൽ അത് വഴിമാറിപ്പോകുന്നത് സ്വാഭാവികം. വല്ലദീന ആമനൂ, അല്ലാഹുവിൽ വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? വല്ലദീന ആമനൂ, നമ്മളതിൽ പെടില്ലേ? വല്ലദീന ആമനൂ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി പറയുമായിരുന്നു, ഇദാ സമിഅ്തും കലാമല്ലാഹ്, അല്ലാഹു നിങ്ങളോട് യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ എന്ന് വിളിക്കുന്നത് കേട്ടാൽ ഫഅറൂ സമഅകും, നിങ്ങളുടെ ചെവി മുഴുവൻ കൊടുക്കണേ, അത് നിങ്ങളെയാണ് വിളിക്കുന്നത്. അത് അല്ലാഹു നിങ്ങളോടൊരു നല്ല കാര്യം പറഞ്ഞു തരാനും നിങ്ങൾക്ക് ഉപദ്രവമാകുന്നത് ചെയ്യരുത് എന്ന് പറയാനും നിങ്ങളെ വേറിട്ട് നേരിട്ട് വിളിക്കുന്നൊരു വിളിയാണ്. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് തുടങ്ങുന്ന ആയത്തുകൾക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അത് നമ്മളെയാ വിളിക്കുന്നത്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും, അത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, അതെല്ലാവരും പെടും. മക്കയിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ ഏകദേശം യാ അയ്യുഹന്നാസ് എന്നാ തുടങ്ങുക. മദീനയിൽ ഇറങ്ങിയ ആയത്തുകളൊക്കെ യാ അയ്യുഹല്ലദീന ആമനു അല്ലെങ്കിൽ യാ അഹ്ലൽ കിതാബ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികളുടെ പ്രത്യേകത എന്തെന്നറിയണേ? അവർ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. നമ്മൾ അങ്ങനെയാണോ? നമ്മളെ പറ്റിയ പറയണത് നമുക്ക് അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടം തോന്നിയെന്നുള്ളവരൊന്ന് കൈവക്കിയാട്ടെ. അള്ളാഹിനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് മനസ്സിൽ തോന്നുന്നു കൈവക്കിയാട്ടെ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. فإننا نشهدك يا الله ونشهدك ونشهد حملة عرشك بأننا نحبك يا الله ونحب رسولك. അല്ലാഹുവേ, നീ അതിന്റെ സാക്ഷിയാണ് റബ്ബേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നു റബ്ബേ. അല്ലാഹുവേ സ്വീകരിക്കണമേ. അല്ലാഹു സ്വീകരിക്കട്ടെ. അതിന്റെ ചില അടയാളങ്ങളിലേക്ക് കടന്നു വരാം. സ്നേഹത്തിന് ചില സ്നേഹം ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. വാട്ട് ഈസ് ലവ്? സ്നേഹം എന്താണെന്ന് അതിന് ഡെഫിനിഷൻ ഇല്ല. ദെയർ ഈസ് നോ ഡെഫിനിഷൻ ഫോർ ലവ്. സ്നേഹത്തിന് ഡെഫിനിഷൻ ഇല്ല. എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് വിശദീകരിക്കാൻ പറ്റൂല. സ്നേഹിച്ചാ പിന്നെ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് അതിൻ്റെ ചില തഅസ്സുറാത്തുകൾ പറയാം, അതിൻ്റെ ചില ആഫ്റ്റർ മാച്ച് ഇഫക്റ്റുകൾ പറയാന്നല്ലാണ്ട് സ്നേഹം എന്താണ് എന്ന് നിർവചിക്കാൻ പറ്റൂല. ആർക്കെങ്കിലും നിർവചിക്കാൻ പറ്റൂ? എന്താ സ്നേഹം എന്ന് പറഞ്ഞാൽ? നിർവചനം ഉണ്ടോ? ആരത്തെ റെഡി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, ഒന്ന് കൈവയ്ക്കിയാൽ മതി. വാട്ട് ഈസ് ലവ്? മൽ ഹുബ്, മഹബ്ബത്ത് ക്യാ ചീസ് ഹൈ? അതിന് ഹുബ്ബുലില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാൻ. അപ്പോഴും സ്നേഹം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റൂല. അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറയും. ഈ സ്നേഹം എന്താണ്? സ്നേഹം, what do you mean by love of Allah?
ഉണ്ടോ? ഉത്തരം പറയാൻ കഴിയൂല എന്നാ. അത് അനുഭവമാണ്, അത് അനുഭവമാണ്. ചിലത് അങ്ങനെ അനുഭവിക്കാനേ പറ്റൂ. അത് വിശദീകരിച്ചാൽ കൊളായി പോകും. സ്നേഹം അങ്ങനെയാണ്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവർക്ക് വീടുണ്ട്, മക്കളുണ്ട്, കുടുംബമുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ചങ്ങാതിമാരുണ്ട്, ബെസ്റ്റുകളുണ്ട്, അവർക്ക് എല്ലാവരുമുണ്ട്, ക്രഷുണ്ട്. എന്നാൽ അവരുടെ സ്നേഹത്തിലെ ഏറ്റവും വലിയ സ്നേഹം അവർ കൊടുക്കുന്നത് അത് അല്ലാഹുവിനാണ്. സത്യവിശ്വാസികൾ അങ്ങനെ അവർ അല്ലാഹുവിനെ ഭയങ്കര സ്നേഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ മക്കളെ പഠിപ്പിക്കലൊക്കെ പേടിച്ച് പള്ളിക്ക് തന്നെ വരുന്നില്ല, അള്ളാഹിനെ പേടിച്ചിട്ടേ. സുബ്ഹാനല്ലാഹ്. അമ്മാര് പേടിപ്പിച്ചാൽ എന്ത് ചെയ്യും? അള്ളാഹുവിനെ സ്നേഹിക്കാൻ കൂടെ പഠിപ്പിക്കണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടണം, അള്ളാഹുവിനെ മഹബ്ബത്ത് വെക്കണം. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا. ജനങ്ങളിൽ അള്ളാഹുവിനെ മാറ്റിവെച്ച് ഒരുപാട് പ്രേമഭാജനങ്ങളെ കൊണ്ടു നടക്കുന്നവരുണ്ട് ജനങ്ങളിൽ. മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരുന്നു. ലോകകപ്പിന്റെ വേൾഡ് കപ്പിന്റെ കാലത്താ കണ്ടത് അല്ലേ? ഭയങ്കര ചില കട്ടൗട്ടൊന്നും ഇപ്പോഴും എടുത്തു വെച്ചിട്ടില്ല. അങ്ങനെ കാണട്ടെ, നമ്മളെ കളിക്കാരനല്ലേ, ചിലപ്പോൾ തോറ്റ ടീമായിരിക്കും, എന്നാലും വിട്ടുകൊടുക്കൂല എന്നും പറഞ്ഞ് അങ്ങനെ വെച്ചിട്ടുണ്ട്. ചിലയിടത്തൊക്കെ ചില തുരുമ്പി വീണിട്ടുണ്ട്, ചിലത് പോലീസുകാരെ അയച്ചേക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്നാലും وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ. അല്ലാഹുവിനെ സ്നേഹിക്കേണ്ട പോലെ എങ്ങനെയാണോ റബ്ബിനെ സ്നേഹിക്കേണ്ടത് അതുപോലെ ഈ കളിക്കാരെയും പ്ലേയേഴ്സിനെയും സ്റ്റാറുകളെയും സെലിബ്രിറ്റികളെയും ഒക്കെ സ്നേഹിക്കുന്നവർ മനുഷ്യരിലുണ്ട്. യഥാർത്ഥല്ലേ? ഉണ്ട്. ചിലക്ക് വണ്ടിയോട് ഭയങ്കര സ്നേഹക്കാരൻ, അത് തോത്തിത്തോടെ ചൈമര് വരെ വീണാന്ന് ഉറങ്ങൂല. അങ്ങനത്തെ ആൾക്കാരില്ലേ? പുതിയത് ഷോറൂം ഒന്ന് കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ അന്ന് കാവലിരിക്കും, ഉറങ്ങൂലെന്ന്. അല്ല പൂച്ചറ്റ സ്ക്രാച്ച് ചെയ്താലെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര അങ്ങനെ അത്രയൊന്നും ഓവറാവരുത്. ആകെ ഇരുമ്പിന് പെയിന്റ് അടിച്ചതാ അല്ലേ? അത് കുത്തും പൊളിയും പലതും സംഭവിച്ചേക്കും. അത്രയ്ക്ക് വില കൊടുത്താൽ മതി. പടച്ചോനെ സ്നേഹിക്കണ പോലെ ഒരു വസ്തുവിനെയും ഒരാളെയും ഒന്നിനെയും ഒരു മുഅ്മിനെ സ്നേഹിക്കാൻ പറ്റൂല. നമ്മൾ സ്നേഹം കൊടുക്കും, എല്ലാവരും സ്നേഹിക്കുന്നവരാ. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന പോലെയാണോ അത്? അല്ല. വല്ലദീന ആമനൂ, എന്നാൽ അല്ലാഹുവിനെ നെഞ്ചിലേറ്റി വിശ്വസിച്ചിരിക്കുന്ന ആളുകൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്. ആ ഹുബ്ബിലേക്ക് നമുക്ക് എത്തണം. ഈ റമദാൻ നമുക്കതിന്റെ വഴിയാണ്. ഇൻഷാ അല്ലാഹ് ശഅബാനിൽ നമ്മൾ എങ്ങനെയാണോ, റജബിൽ എങ്ങനെയായിരുന്നോ, ഇനി അങ്ങനെ റമദാനിലേക്ക് എത്തുള്ളൂ. ഇപ്പോഴേ വഴിഞ്ഞു നടക്കുകയാണെങ്കിൽ, ഉഴപ്പാണെങ്കിൽ റമദാൻ ഇങ്ങനെ ഉഴപ്പിട്ടാണ് കഴിഞ്ഞു പോകും. ഇപ്പോഴേ ഉഷാറാണ്. ഖുർആനൊക്കെ ഓതി തുടങ്ങി, നോമ്പൊക്കെ എടുത്തു തുടങ്ങി, സുന്നത്തുകളൊക്കെ പരിപാലിച്ചു തുടങ്ങി, ഒന്ന് ഉണർന്നു തുടങ്ങി. അല്ലാഹു ശ്രേഷ്ഠമാക്കി ഒരു മാസം വന്നണയുകയാണ്. ഇനി ഒരു റമദാൻ ഒരു കൊറോണയോ അല്ലാതെയോ കൊണ്ടുപോയ പടച്ചോനെ എനിക്ക് കിട്ടുമോ, ഞാൻ ഉണ്ടാകുമോ? അല്ലാഹുവേ, ഒരുപക്ഷെ എനിക്ക് രക്ഷപ്പെടാനുള്ള ലാസ്റ്റ് ബസ്സായിരിക്കും ഇത്. ഞാനൊന്ന് രക്ഷപ്പെടട്ടെ, ഞാനൊന്ന് ഒരുങ്ങട്ടെ, ഈ റമദാനെങ്കിലും അല്ലാഹുവിന് വേണ്ടി നിൽക്കട്ടെ എന്ന് നിയ്യത്ത് ചെയ്ത് ഇപ്പൊ ഒരുങ്ങിയിട്ടുണ്ടോ? അല്ലാഹുവിനോടുള്ള സ്നേഹമാണത്. وَمِنَ النَّاسِ مَن يَتَّخِذُ مِن دُونِ اللَّهِ أَندَادًا يُحِبُّونَهُمْ كَحُبِّ اللَّهِ وَالَّذِينَ آمَنُوا أَشَدُّ حُبًّا لِلَّهِ. അല്ലാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കുക എന്നാ ഖുർആൻ പറഞ്ഞത്. റബ്ബ് ഇങ്ങോട്ട് സ്നേഹിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? അല്ലാഹുവിന്റെ സ്നേഹം ഇങ്ങോട്ടുണ്ടോ എന്ന് അറിയണ്ടേ? അറക്കലെ ബീവിനെ കെട്ട അരസമ്മതം എന്ന് പണ്ട് പറഞ്ഞിരുന്നു. അപ്പൊ ചങ്ങായി പറഞ്ഞെടുക്കുക, അറക്കലെ ബീവിന്റെ കല്യാണം ശരിയാവും, അരസമ്മതം. അപ്പൊ ഓന് സമ്മതമായിക്കണേ ആയിട്ടുള്ളൂ, ബീവിക്ക് സമ്മതമായിക്കണത് ഇതുവരെ ആയിട്ടില്ല.